ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ചെറിയൊരു സന്തോഷം ഞങ്ങൾക്ക് തന്നത് സങ്കടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ പോവുക അവര്. കാത്ത് രക്ഷിച്ചേക്കണേ. എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ആശാനെ. ദേവി മഹാമായെ, എന്റെ മക്കൾക്കാർക്കും ഒരാപത്തും വരുത്തല്ലേ. എല്ലാവരുടെ ജീവിതവും നല്ല രീതിയിൽ പോണം. ഒരാൾക്കും ഒരു സങ്കടവും ദുരിതവും കൊടുക്കല്ലേ. രോഹിത്തിന് നല്ല ബുദ്ധി തോന്നി ശ്യാമയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. വിഷ്ണുമോനും ശാലിനിക്കും കുട്ടികൾക്കും ഒന്നിച്ച് കഴിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി തരണം. രാഘവേട്ടൻ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുമ്പോൾ ഇവിടെ വരാറുണ്ട്. പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. അനുഗ്രഹം തരണോ വേണ്ടേ തീരുമാനിക്കൽ അവകാശം ഈശ്വരന്മാർക്കാണല്ലോ. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെങ്ങനാ അവര് സഹായിക്കുന്നേ? പിള്ളേ, താൻ പോയ വഴിപാട് ചീട്ടാക്കിട്ട് വാ. ശരി സാറേ. കുറച്ച് സാവകാശമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? ഇനി അതൊന്നും പ്രതീക്ഷിക്കണ്ട. എപ്പോ വേണമെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അവിടെ ഇപ്പൊ എല്ലാവരും പല ധ്രുവങ്ങളിലാ ജീവിക്കുന്നതേ. ഇപ്പൊ തന്നെ ഭാമ അറിയാതെയാ അയാളെ അങ്ങോട്ട് ഞാനിങ്ങോട്ട് വന്നതേ. അവിടെ നിന്നിറങ്ങിയ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. പപ്പിമോളും ശ്യാമയും. ശാരദാമേ, തുറന്നു പറയാലോ, വല്ലാത്തൊരവസ്ഥയിലൂടെയാ അവിടെ ഓരോ ദിവസവും എല്ലാവരും കഴിഞ്ഞു പോകുന്നതേ. അത് ആ കുഞ്ഞിനെയും ബാധിക്കും. അവൾ അവളുടെ അച്ഛനെ കണ്ടിട്ട് ദിവസങ്ങൾ എത്രയായി. രോഹിത് ഒരു തരത്തിലും ശ്യാമയും മോളുമായിട്ട് അടുക്കുന്നില്ലെന്നാ പറയുന്നത്. അവൻ വീട്ടിലേക്ക് പോലും വരുന്നില്ല. തെറ്റിദ്ധാരണയാ, പറഞ്ഞാലൊട്ടും മനസ്സിലാവുകയില്ല. ശാരദാമ്മേ, എനിക്ക് ശാരദാമ്മയോട് ഒരപേക്ഷയുണ്ട്. ശ്യാമയെയും പപ്പിമോളെയും ശാരദാമ്മ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം. അയ്യോ രാഘവേട്ട, അത് ഇതെന്റെ ഒരു അപേക്ഷയാ. ഇനി അവരവിടെ നിർത്തി കണ്ണീർ കുടിപ്പിക്കരുത്. ഇത് ഞാൻ മനസ്സിൽ തട്ടി പറയുന്നതാ. അവരുടെ കാര്യത്തിൽ എനിക്ക് അത്ര ദണ്ണുള്ളതുകൊണ്ടാ ഞാനീ പറയുന്നതേ. അല്ല, വേറൊരർത്ഥത്തിൽ ശാരദാമ്മ എടുക്കുകയും ചെയ്യരുത്. അയ്യോ, എന്തിനാ രാഘവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കൊണ്ടുപോയിക്കോളാം അവരെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ. ശാരദാമ്മയെ കണ്ടത് നന്നായി. മനസ്സിലെ വിഷമം കുറെ പറഞ്ഞപ്പോ എന്തോ ഒരാശ്വാസം. ഇനി ബാക്കി ഭഗവാന്റെ മുമ്പിൽ പറയാം. സാറേ, രസീതായിട്ടുണ്ട്. വാ.
നമസ്കാരം. ആ തിരുമേനി. ശാലിനിയും കുഞ്ഞും ഭർത്താവും ഒക്കെ ഇപ്പൊ ഒന്നിച്ചല്ലേ താമസം? വിഷ്ണു ഇന്നൊരു പുതിയ ജോലിക്ക് കയറുക. അതിനാ അവന്റെ പേരിൽ പൂജ നടത്തിയത്. തിരുമേനി ഇരുവരുടെയും സമയം നോക്കിയായിരുന്നു. മരുമകന്റെ സമയം നല്ലതാ, പക്ഷേ ശാരദാമേ, മോളുടെ സമയം അത്ര നല്ലതല്ല. മരുമകൻ ഉദിച്ചുദിച്ചു കയറും. മരുമകനിൽ കാണിക്കുന്ന കയറ്റത്തിന് ഇറക്കം സംഭവിച്ചിരിക്കുന്നത് മകൾക്കാണ്. സമയം വളരെ മോശമാണ്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. തിരുമേനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വല്ല വഴിപാടും കഴിപ്പിച്ച് മാറ്റാൻ പറ്റുന്ന ദോഷമാണോ? പ്രാർത്ഥിക്കുക, അതേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ദേവി, ചെറിയൊരു സന്തോഷം ഞങ്ങൾക്ക് തന്നത് സങ്കടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ പോവുക അവര്. കാത്ത് രക്ഷിച്ചേക്കണേ. ദേവി, അരുതാത്തതൊന്നും സംഭവിക്കല്ലേ. എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളൂ. അവരുടെ ആയുസിന് ഒരു കോട്ടവും വരുത്തരുതേ. നീ വേണമെങ്കിൽ എന്റെ ജീവനം എടുത്തു, എന്നാലും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരുത്തരുതേ. ശാലിനി, ആശാൻ എന്താ ഈ കാണിക്കുന്നത്? ആശാൻ സമാധാനമായിട്ടിരിക്കേ. ഏട്ടത്തെമിക്കൊന്നും വരില്ല, ഒന്നും വരാൻ നമ്മൾ സമ്മതിക്കില്ല. നമസ്കാരം. പ്രധാന വാർത്തകൾ. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ട വിളയാട്ടം. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കാർ തടഞ്ഞു നിർത്തിയ ഗുണ്ടകളുടെ ആക്രമണത്തിൽ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന് കുത്തേറ്റു.